ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്കൊരു കോളാണെങ്കിലും അതുപോലെ മെസ്സേജിലും സ്പൈസസിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് അറിയാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഞാൻ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട്, ഏകദേശം ഒരു വർഷം. അപ്പോൾ ഞാനങ്ങനെ ഈ സെയിലിനും ഒക്കെ പോയിട്ടുള്ള ചെറിയൊരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് എത്ര ശതമാനം 100% ശരിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്പൈസസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല റേറ്റ് കൂടിയ സാധനമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്പൈസസ് ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ആദ്യമേ ഈ കടല ഐറ്റംസും അതുപോലെ കുറച്ച് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കിങ്ങനെ കടക്കാർ അണ്ടിപ്പരിപ്പുണ്ടോ, മുന്തിരി ഉണ്ടോ, ഏലക്കായ ഉണ്ടോ, അങ്ങനെയുള്ള മസാല ഐറ്റംസൊക്കെ ഉണ്ടോ, കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ഐറ്റംസൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് ഇത് എല്ലാം കൂടെ ഓരോ കിലോ വെച്ച് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. കുരുമുളക്, ഗ്രാമ്പു, ഏലക്കായ എല്ലാം 1/2 കിലോ വെച്ചാണ് ഞാൻ എടുത്തത്. റേറ്റ് കുറഞ്ഞിട്ടുള്ളത് കുറച്ച് കൂടുതലും എടുത്തു. റേറ്റ് കൂടുതലുള്ളത് കുറച്ചാണ് എടുത്തത്, ഒരു 1/2 കിലോ ഒക്കെ വെച്ച്. അപ്പോൾ അങ്ങനെ സാധനങ്ങളെടുത്ത് ഒരു 6000 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവ് വന്നായിരുന്നു സാധനങ്ങൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കടല കണക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കില്ല. അത് ഇടയ്ക്കിടയ്ക്കാണ് ഈ സാധനങ്ങൾ പോവുള്ളൂ. ഞാൻ പോകുമ്പോഴെല്ലാം കൊണ്ടുപോകാറുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ പലചരക്ക് കടയിൽ കച്ചവടം എനിക്ക് ഇച്ചിരി കുറവാണ്. ഞാൻ പോകുന്നത് വന്നിട്ട് ചെറിയ ചെറിയ പെട്ടി കടകളിലാണ്. അപ്പോൾ മേലാമുറിയിൽ നമുക്ക് ഹോൾസെയിലായിട്ട് ഷോപ്പുണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിലും ബസ് സ്റ്റോപ്പുകളുടെ ഭാഗങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആ ചെറിയ കടകളിലൊന്നും തന്നെ നമ്മുടെ ഈ സ്പൈസസ് എടുക്കില്ല. സ്പൈസസ് എടുക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ പലചരക്ക് കടയിലാണ് സ്പൈസസ് ബോർഡുകളൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഹോൾസെയിലായിട്ടുള്ള പലചരക്ക് കടയുണ്ടല്ലോ, അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ലാഭമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഐറ്റം ഈ മസാല ബോർഡാണെങ്കിൽ 10 ബോർഡൊക്കെ അവർ എടുക്കും നമ്മുടെ അടുത്ത് നിന്ന്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഏലക്കായ എല്ലാം ബോർഡാക്കിയതൊക്കെ അവർ കൂടുതൽ ബോർഡ് എടുക്കും. എന്താ വെച്ചാൽ അവിടെ നിന്ന് കച്ചവടക്കാരും എടുത്തുകൊണ്ട് പോകും, അതുപോലെ വീട്ടാവശ്യങ്ങൾക്കും അവർ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ചിലവായി പോകും. അതുപോലെയല്ല, നമ്മൾ സിംഗിളായിട്ടുള്ള ഒരു കടയിൽ നമ്മൾ ഈ ഐറ്റം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഡെയിലി ഇങ്ങനെ കടല പൊറിക്കാൻ മേടിക്കുന്ന കണക്ക് ആരും അണ്ടിപ്പരിപ്പ്, മുന്തിരിയും മസാല സാധനങ്ങളൊന്നും മേടിക്കില്ല. അതിപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പായസം വെക്കാനാണെങ്കിൽ നമ്മൾ ഒഴിച്ചെന്ന് ഒരു 10 രൂപേൻ്റെ പാക്കറ്റ് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും മേടിക്കും. അതുപോലെ ചെറുതായിട്ടൊരു മസാലക്കൂട്ട്, പെരിഞ്ജീരകം, പട്ട, കറാമ്പു, ഏലക്കായൊക്കെ ഉള്ള 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ അത്യാവശ്യത്തിനാണ് ഓടിച്ചെന്ന് മേടിക്കുന്നത്. അത് നമ്മളെപ്പോഴും മേടിക്കുന്ന ഒരു ഐറ്റം അല്ല. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ തുടക്കക്കാർ എന്ന നിലയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്പൈസസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ കൊടുക്കുന്ന കടല ഐറ്റംസൊക്കെ നമുക്ക് എപ്പോഴും കച്ചവടമാണ്. ഒന്നരാടം വെച്ചും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം വെച്ചും അല്ലെങ്കിൽ ആഴ്ചയിൽ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ മസാല നമ്മൾ കൊടുക്കും, പക്ഷെ എങ്കിലും ഇതിനെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. തുടങ്ങാൻ താല്പര്യമുള്ളവരെ നെഗറ്റീവ് അടിപ്പിച്ചതല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ മസാല ബോർഡുകളും നമ്മൾ 65 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പാലക്കാടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാലക്കാടിന് പുറത്തുള്ള ജില്ലകളിൽ നിങ്ങൾക്കത് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് മസാല ബോർഡ് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഈ കടല ഐറ്റംസ് ആണെങ്കിലും മിഠായി ഐറ്റംസ് ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്ത്, അതായത് പാലക്കാട് നിന്നും പുറത്ത് പോയുള്ള ജില്ലകളിൽ ഈ ഐറ്റംസൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് കടകളിലൊക്കെ കയറുമ്പോൾ നോക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ 10ഓ 20ഓ നിങ്ങളുടെ അവിടുത്തെ ആ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് തൂക്കി നോക്കി, അല്ലെങ്കിൽ അതിൽ എത്ര ക്വാണ്ടിറ്റി വരുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ചെയ്യുന്നതും നമ്മളുടെ ഈ പരിസരത്തൊക്കെ കൊടുക്കുന്നതും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേറെയുള്ള ജില്ലകളത്തെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. പിന്നെ ഇത് എടുക്കുന്നതും സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർ സാധനങ്ങളൊക്കെ എടുക്കുമ്പം ഒരു കടയിൽ പോയി അന്വേഷിക്കുന്നതിന് പകരം 1, 2, 3 കടകളിലൊക്കെ പോയി ഹോൾസെയിലായിട്ട് കിട്ടുന്നിടത്ത് അന്വേഷിക്കണം. നമുക്ക് അവിടെ ഏറ്റവും റേറ്റ് കുറച്ച് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ എടുക്കേണ്ടതുള്ളത്. ഞാനും ഇങ്ങനെ തുടങ്ങാൻ നേരത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു. അപ്പം ഞാൻ കുറേ കടകളിലൊക്കെ അന്വേഷിച്ചിട്ടാണ് അതുപോലെ റേറ്റും കാര്യം. ഇപ്പോൾ സ്പൈസസ് ആണെങ്കിലും ഞാൻ കുറേ കടകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ബില്ലടിച്ച് മേടിക്കും. എനിക്ക് ഇതെടുക്കാനാണ്, ഇതിൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഒന്നൊരു ബില്ലാക്കി തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ അവരെല്ലാത്തിൻ്റെയും കിലോ റേറ്റ് ബില്ലടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കടയോളം ഞാൻ കയറി അങ്ങനെ ബില്ല് മേടിച്ചിട്ട് അതിൽ നിന്നും ഏറ്റവും കുറഞ്ഞ, അതായത് ഈ ഇതിൽ നിന്നെല്ലാം ഏറ്റവും കുറവ് റേറ്റ് ഉള്ളത് എവിടെ നിന്നാണോ അവിടെ നിന്നാണ് ഞാൻ സാധനം എടുത്തത്. അപ്പം നിങ്ങളും അതുപോലെ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ എവിടെ നിന്നാണോ റേറ്റ് ഇത്തിരി കുറവ്, പിന്നെ സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരുത്തരുത്. ഇത്തിരി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഐറ്റം നമുക്ക് വെറും ഒരു കച്ചവടമല്ല, നമ്മുടെ കസ്റ്റമറിന് നമ്മളുടെ പ്രോഡക്റ്റ്സ് മേടിക്കുന്ന കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മളുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ബിസിനസ്സുകളെല്ലാം പടച്ചോൻ ബർക്കത്താക്കി തരട്ടെ. അപ്പോൾ എല്ലാവരും തുടങ്ങുക, സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തുക. പ്രത്യേകിച്ച് ലേഡീസിന് പുറത്തിറങ്ങാൻ മടിയായിരിക്കും. പല മടികളും മറ്റുള്ളവരത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ പുറത്തിറങ്ങാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവും. ആരും ഒന്നും വിചാരിക്കില്ല. വിചാരിക്കുന്നവർ അവിടെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും. നമ്മളതിനെയൊക്കെ മറികടന്ന് പോകാൻ ശ്രമിക്കണം. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.